രാഷ്ട്രീയത്തെ പിടിച്ചെടുക്കുന്ന സുപ്രധാന വഴിത്തിരിവുകളിലൂടെയാണ് മുൻ മന്ത്രിയും ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവുമായ ആന്റണി രാജുവുമായി ബന്ധപ്പെട്ട തൊണ്ടിമുതൽ തിരിമറി കേസ് കടന്നുപോകുന്നത്. ഈ വിവാദത്തിൽ ആന്റണി രാജുവിനെതിരെ കർശനമായ അച്ചടക്ക നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ബാർ കൗൺസിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പാലിക്കേണ്ട പ്രാഥമികമായ നീതിബോധവും സത്യസന്ധതയും ലംഘിക്കപ്പെട്ടു എന്ന വിലയിരുത്തലിലാണ് ബാർ കൗൺസിലിൻ ഈ നീക്കം നടത്തുന്നത്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് ബാർ കൗൺസിലിന്റെ അച്ചടക്ക സമിതി വിഷയം വിശദമായി പരിശോധിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിനായി 3 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഈ മാസം 9-ാം തീയതി സമിതി വിഷയം പരിഗണിക്കും. ഇതിന്റെ ഭാഗമായി ആന്റണി രാജുവിന് നോട്ടീസ് നൽകുകയും അദ്ദേഹത്തിന്റെ വിശദീകരണം കേൾക്കുകയും ചെയ്യും. ഒരു അഭിഭാഷകനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രവൃത്തിയാണ് ഉണ്ടായതെന്നും ഇത് അഭിഭാഷക സമൂഹത്തിന് മൊത്തത്തിൽ നാണക്കേടുണ്ടാക്കുന്ന ഒന്നാണെന്നുമാണ് ബാർ കൗൺസിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രാഥമിക നിരീക്ഷണം. വിശദമായ വാദം കേട്ട ശേഷം അഭിഭാഷക വൃത്തത്തിൽ നിന്നുള്ള വിലക്കുൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കൗൺസിൽ കടന്നേക്കുമെന്നാണ് സൂചന. അതേസമയം നിയമസഭാ അംഗത്വവുമായി ബന്ധപ്പെട്ട അയോഗ്യതാ വിജ്ഞാപനം നിയമസഭാ സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ MLA സ്ഥാനം രാജിവെക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് ആന്റണി രാജു. കോടതി വിധിക്ക് പിന്നാലെ നിയമപരമായ പ്രതിസന്ധികൾ ഉടലെടുക്കുമെന്ന് ഉറപ്പായതോടെ അന്തസ്സോടെ പടിയിറങ്ങാനാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. ഇതിനായി സ്പീക്കറെ നേരിൽ കണ്ട് രാജിക്കത്ത് കൈമാറാനോ അല്ലെങ്കിൽ ഇമെയിൽ വഴി ഔദ്യോഗികമായി രാജി അറിയിക്കാനോ ഉള്ള സാധ്യതകളാണ് ആലോചിക്കുന്നത്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷാവിധിക്ക് പിന്നാലെ അപ്പീൽ നൽകാൻ 1 മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ആ സമയം വരെ കാത്തു നിൽക്കാതെ ഉടൻ തന്നെ മേൽക്കോടതിയെ സമീപിക്കാനാണ് അദ്ദേഹത്തിന്റെ നിയമോപദേശം. ശിക്ഷാവിധി സ്റ്റേ ചെയ്യാനും അതുവഴി തന്നെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാനുമാണ് ആന്റണി രാജു ശ്രമിക്കുന്നത്. ഈ സംഭവ വികാസങ്ങൾ LDF മുന്നണിക്കുള്ളിലും വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ആന്റണി രാജു മേൽക്കോടതിയിൽ പോയി അയോഗ്യത നീക്കി തിരിച്ചു വന്നാൽ പോലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കുന്നത് മുന്നണിക്ക് ഗുണകരമാകില്ലെന്ന കർശന നിലപാടിലാണ് CPI. കേസിന്റെ സ്വഭാവവും അത് പൊതുസമൂഹത്തിലുണ്ടാക്കിയ പ്രതികരണവും കണക്കിലെടുക്കുമ്പോൾ ഇത്തരമൊരു വ്യക്തിയെ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി വീണ്ടും ജനവിധി നേടാൻ അനുവദിക്കുന്നത് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കുമെന്ന് CPI വിലയിരുത്തുന്നു. സദാചാരപരമായും ധാർമ്മികമായും ആന്റണി രാജുവിന് ഈ ഘട്ടത്തിൽ പിന്തുണ നൽകുന്നത് ദോഷം ചെയ്യുമെന്നാണ് ഇടതുപക്ഷത്തെ പ്രധാന ഘടകകക്ഷിയായ CPIയുടെ പരോക്ഷമായ താക്കീത്. ആന്റണി രാജു പ്രതിനിധീകരിച്ചിരുന്ന തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് സംബന്ധിച്ചും അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഈ സീറ്റ് CPIM നേരിട്ട് ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ മുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന് വിട്ടുനൽകാനുള്ള ആലോചനകൾ മുന്നണിയിൽ സജീവമാണ്. തന്റെ വ്യക്തിപരമായ അയോഗ്യതകൾ എന്തുതന്നെയായാലും താൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിക്ക് അർഹതപ്പെട്ട സീറ്റ് നഷ്ടപ്പെടരുത് എന്ന നിലപാടാണ് ആന്റണി രാജു സ്വീകരിച്ചിരിക്കുന്നത്. തനിക്ക് മത്സരിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ പോലും തന്റെ പാർട്ടിയായ ജനാധിപത്യ കേരള കോൺഗ്രസ് തന്നെ ആ സീറ്റ് നിലനിർത്തി നൽകണമെന്നാണ് അദ്ദേഹം മുന്നണി നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയ പശ്ചാത്തലത്തിൽ ഇതിന് എത്രത്തോളം സാധ്യതയുണ്ടെന്ന് കണ്ടറിയണം. കോടതി നടപടികളും ബാർ കൗൺസിലിന്റെ നീക്കങ്ങളും പൂർത്തിയായ ശേഷം മാത്രമേ മുന്നണിക്കാര്യത്തിൽ അന്തിമമായ രാഷ്ട്രീയ തീരുമാനമെടുക്കുകയുള്ളൂ. ആന്റണി രാജുവിനെതിരെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ പരാമർശങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ വലിയ ആയുധമാക്കുമ്പോൾ അത് ഭരണപക്ഷത്തിന് വലിയ പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു ലഹരിമരുന്ന് കേസിലെ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തി പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നതാണ് ആന്റണി രാജുവിനെതിരെയുള്ള പ്രധാന ആരോപണം. ഈ കേസിൽ വിചാരണ കോടതിയുടെ വിധി വന്നതോടെയാണ് രാഷ്ട്രീയ വിവാദങ്ങൾ പുതിയ തലത്തിലേക്ക് ഉയർന്നത്. ബാർ കൗൺസിലിന്റെ അച്ചടക്ക നടപടി കൂടി വരുന്നതോടെ അദ്ദേഹത്തിന് അഭിഭാഷകൻ എന്ന നിലയിലുള്ള അംഗീകാരവും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിധികളും നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനങ്ങളും കേരള രാഷ്ട്രീയത്തിലെ ഈ വലിയ വിവാദത്തിന്റെ ഗതി നിർണ്ണയിക്കും. മുന്നണി മര്യാദകളും ധാർമ്മികതയും മുൻനിർത്തി CPI ഉയർത്തുന്ന സമ്മർദ്ദം CPIMനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് സാധ്യതകൾ കൂടി പരിഗണിക്കുമ്പോൾ ആന്റണി രാജുവിന്റെ രാജി നിർണായകമായ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ തുടക്കം കുറിക്കുമെന്നത് ഉറപ്പാണ്.